ലഹരി വേട്ടയ്ക്ക് ലക്കുകെട്ട് പോലീസ് ഇറങ്ങിയത് ഇന്നലെയാണ്. പത്തനംതിട്ടയിൽ മദ്യപിച്ച് പോലീസ് ജീപ്പ് ഓടിച്ച ഡാൻസ് ഓഫ് ഉദ്യോഗസ്ഥരെ പരസ്യമായി ചോദ്യം ചെയ്തത് ഒരു വനിതാ ഓട്ടോ ഡ്രൈവറാണ്. നിയന്ത്രണം വിട്ട ജീപ്പിന് മുന്നിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ശോഭ എന്ന വനിതാ ഡ്രൈവർ നടന്നതെന്തെന്ന് നമ്മുടെ കൃഷ്ണമോഹനോട് വിശദീകരിക്കുന്നുണ്ട്. അത് കാണാം. ഞാൻ അലറിയോണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇന്നലെ ഡാൻസ് ഓഫ് സംഘം മദ്യലഹരിയിൽ പോയപ്പോൾ ആ വാഹനം ഒരുപക്ഷെ ഇടിക്കുകയും അല്ലെങ്കിൽ അപകടത്തിൽപ്പെടുകയും ചെയ്യേണ്ടതും അതിന്റെ തലനാരിൽ രക്ഷപ്പെടുകയും ചെയ്തത് മൈലപ്പുറയിൽ ഓട്ടോ ഓടിക്കുന്ന ശോഭ ചേച്ചിയാണ്. ചേച്ചി ഇന്നലെ എന്താ സംഭവിച്ചത്? ഇന്നലെ കുമ്പഴയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന പോലീസ് വണ്ടിയായിരുന്നു. ഞാൻ മൈലപ്പുറയിൽ പള്ളിപ്പടിക്കലോട്ട് പോകുമായിരുന്നു, പത്തനംതിട്ടയ്ക്ക് പോകാനും വേണ്ടി പോയപ്പോൾ ഈ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ഡ്രൈവർ പുറകോട്ട് ചാഞ്ഞ് കിടക്കുന്നത് കണ്ടു. ഞാനപ്പോൾ ഓർത്തു ഈ പുള്ളിക്ക് വല്ല അസുഖമോ വല്ലതും ആണെന്നും കണ്ട് ഞാനിങ്ങനെ ഫോളോ ചെയ്ത് പോയപ്പം പിന്നെയും ഈ പുള്ളി പല വണ്ടി ടൂ വീലറുകളെല്ലാം ഇടിക്കാനായിട്ട് പോകുന്നു. പിന്നെ മുന്നോട്ട് പോയപ്പോൾ ഇത് ബിവറേജിൻ്റെ ഇപ്പുറത്തായിട്ട് മറിയാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ വണ്ടിക്കകത്തിരുന്നവർ ഞങ്ങൾ 3 പേരും കൂടി വിളിച്ചു കൂവി. അപ്പം എനിക്ക് മനസ്സിലായി ഈ വണ്ടി യാത്രക്കാർ 2 പേരുണ്ടായിരുന്നു. ഈ വണ്ടി ഇരിക്കുന്ന ആൾക്കാർ ശരിയല്ലെന്ന് കണ്ടപ്പോൾ ഞാൻ ഒന്ന് ഫോളോ ചെയ്ത് നോക്കിയപ്പോൾ വണ്ടി ഇടിക്കാനായിട്ട് പോകുന്ന പല വണ്ടികളെ. പിന്നെ അത് ശ്രീവത്സത്തിൻ്റെ അവിടോട്ട് തിരിഞ്ഞു. അപ്പം ഞാനും പുറകെ പോയി. ശ്രീവത്സത്തിൻ്റെ അവിടെ ചെന്നപ്പോൾ വണ്ടി ഓടിക്കാൻ വയ്യ. അപ്പം അവിടെ നിന്നൊരു ബസ് ഇങ്ങോട്ട് വരുമോ, ഞാൻ അങ്ങോട്ട് കയറി പോവുക, ഇത് ഞങ്ങളെ ഇടിക്കാനായിട്ട് വരുന്നു. ഞാൻ അപ്പോഴത്തേന് വെട്ടിച്ച് മാറ്റി അങ്ങ് മുന്നോട്ട് കയറ്റി നിർത്തി, വണ്ടി വിടാതെ. പക്ഷേ പുള്ളിക്കാരൻ ഓടിക്കാൻ വയ്യായിരുന്നു. പുള്ളി അവിടെ അങ്ങ് വണ്ടി നിർത്തി. അപ്പോൾ എൻ്റെ ബസ്സുകാരെല്ലാം ഇറങ്ങി വന്ന് വണ്ടി ചാവി ഊരി മാറ്റി എൻ്റെ കയ്യിലോട്ട് തന്നു. അപ്പോൾ എനിക്ക് എൻ്റെ കസ്റ്റമറെ കൊണ്ടുവിടണമായിരുന്നല്ലോ. ഞാനപ്പം പെട്ടെന്ന് അങ്ങ് പോയി. വണ്ടിക്കകത്ത് 3 പോലീസുകാരുണ്ട്. വണ്ടിക്കകത്ത് വേറെ 2 പേരെ ഞാൻ കണ്ടുള്ളൂ. 2 പേര് ഇറങ്ങി ഓടിക്കളഞ്ഞു. ഈ പുള്ളിക്കാരൻ അനങ്ങാൻ വയ്യായിരുന്നു, അവിടെ ഇരിക്കുമായിരുന്നു. പക്ഷേ അവിടെ നിന്നൊരു 100 വിളിച്ച് അവരെ പോലീസുകാരപ്പം തന്നെ വന്ന് കൊണ്ടുപോവുക ചെയ്തത്. പോലീസുകാരുടെ ഭാഗത്ത് ഇങ്ങനെ സംഭവം ഉണ്ടാവുന്നു അതൊരിക്കലും പ്രതീക്ഷയല്ല. എന്ന് വെച്ചാൽ നിയമം പാലിക്കേണ്ട ആൾക്കാരല്ലേ. നിയമപാലകർ ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് ഒത്തിരി വിഷമമാണ്. അവർ നമ്മളെ സംരക്ഷിക്കേണ്ടിയല്ലേ. പോലീസ് വന്നേരെ കൊണ്ടുപോയി. 2 പേർ ആ ജീപ്പിൽ നിന്ന് ഇറങ്ങി ഓടുകയും പിന്നെ ഒരാൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. നിലവിൽ ആ വാഹനം ഓടിച്ചിരുന്ന പോലീസുകാരനെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. എന്തായാലും ശോഭ ചേച്ചിയുടെ വാഹനത്തിൽ മറ്റു വാഹനങ്ങൾ ഇടിച്ചിരുന്നെങ്കിൽ വലിയ അപകടമുണ്ടായിരുന്നു. അപ്പോൾ നിയമപാലകർ തന്നെ പ്രത്യേകിച്ച് അപകടം വരാതിരിക്കാനും വേണ്ടിയാണ് ഞാൻ ഫോളോ ചെയ്തത്. അല്ലെങ്കിൽ വലിയ അപകടം നടന്നേനെ. ശോഭ ചേച്ചി പിന്തുടർന്ന് അവരെ കണ്ടെത്തി അവിടെ നാട്ടുകാരെ ഇടപെടുത്തി പിടിച്ചതുകൊണ്ടാണ് അപകടം ഒഴിവായത്. പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തായാലും കേസെടുത്തിട്ടുണ്ട്. ശക്തമായ നടപടി ഇക്കാര്യത്തിൽ വേണം. പ്രത്യേകിച്ച് ലഹരി വേട്ടയ്ക്കുള്ള ഡാൻസ് ഓഫ് സംഘം തന്നെ ഈ രീതിയിൽ പെരുമാറുമ്പോൾ അതിലൊരു കർശനമായ നടപടി വേണമെന്നുള്ള ആവശ്യമാണ് ഉയരുന്നത്. പത്തനംതിട്ടയിൽ നിന്ന് കൃഷ്ണമോഹൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.